സംസ്ഥാനത്തെ വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുത്താൻ സമഗ്രമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കേരള നിയമസഭയിലെ മികച്ച വാഗ്മിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന മുൻമന്ത്രി ടി.എം. ജേക്കബിന്റെ സ്മരണാർത്ഥം ടി.എം. ജേക്കബ് ചാരിറ്റബിൾ എക്സലൻസ് അവാർഡ് സൊസൈറ്റി ഏർപ്പെടുത്തിയ അവാർഡ് വിതരണ ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. പിറവം നിയോജക മണ്ഡലത്തിലെ വിവിധ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ A+, A1 നേടിയ വിദ്യാർത്ഥികളും സർവകലാശാലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളും ഉൾപ്പെടെ 752 വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകിയത്. കേരള വിഷൻ എന്നും ജനങ്ങളോടൊപ്പം. കേരള നിയമസഭയിലെ മികച്ച വാഗ്മിയും വിദ്യാഭ്യാസ വിചക്ഷണനുമായിരുന്ന മുൻമന്ത്രി ടി.എം. ജേക്കബിന്റെ സ്മരണയ്ക്കായി ടി.എം. ജേക്കബ് ചാരിറ്റബിൾ എക്സലൻസ് അവാർഡ് സൊസൈറ്റി ഏർപ്പെടുത്തിയ ടി.എം. ജേക്കബ് എക്സലൻസ് അവാർഡ് വിതരണ ചടങ്ങ് മന്ത്രി അനൂപ് ജേക്കബ് ഉദ്ഘാടനം ചെയ്തു. നിയോജകമണ്ഡലത്തിലെ വിവിധ മേഖലകളിൽ വിജയത്തോടെ കടന്നു വരുന്ന SSLCക്കും +2നും അടക്കം CBSE അടക്കമുള്ള വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കുന്ന അവാർഡ്, ഒപ്പം തന്നെ വിവിധ പരീക്ഷകളിലും മറ്റു മേഖലകളിലും ഉള്ള വ്യക്തികളെ ആദരിക്കുവാനുമൊക്കെ ഇന്നത് രൂപീകരിച്ചിരിക്കുകയാണ്. സംസ്ഥാനത്തെ വിദ്യാഭ്യാസ രംഗത്തിന്റെ നിലവാരം ഉയർത്താൻ സമഗ്രമായ മാറ്റമാണ് സർക്കാർ ലക്ഷ്യമിടുന്നതെന്ന് അനൂപ് ജേക്കബ് പറഞ്ഞു. വിദ്യാർത്ഥികൾക്ക് ശോഭനമായ ഭാവി കേരളത്തിൽ തന്നെ ഉറപ്പാക്കുന്നതിനൊപ്പം മികച്ച തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ സർക്കാർ പ്രതിജ്ഞാബദ്ധമാണെന്നും അതിനായി വിദ്യാഭ്യാസ മേഖലയിൽ കൂടുതൽ നിക്ഷേപം അനിവാര്യമാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗുണമേന്മയുള്ള വിദ്യാഭ്യാസം എല്ലാവർക്കും ലഭ്യമാക്കാൻ കഴിഞ്ഞാൽ കേരളത്തിന്റെ സമഗ്ര പുരോഗതിക്ക് അത് വലിയ കരുത്താകുമെന്നും വികസിത കേരളം എന്ന ലക്ഷ്യം കൈവരിക്കാൻ എല്ലാവരുടെയും സഹകരണം ആവശ്യമാണെന്നും മന്ത്രി പറഞ്ഞു. പിറവം നിയോജക മണ്ഡലത്തിലെ വിവിധ സർക്കാർ എയ്ഡഡ്, അൺഎയ്ഡഡ് സ്കൂളുകളിൽ നിന്നും SSLC +2 പരീക്ഷകളിൽ A+, A1 നേടിയ വിദ്യാർത്ഥികളും സർവകലാശാലകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികളും ഉൾപ്പെടെ 752 വിദ്യാർത്ഥികൾക്കാണ് അവാർഡ് നൽകിയത്. ഇതോടൊപ്പം വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച വിദ്യാർത്ഥികളെയും റിപ്പബ്ലിക് ദിനത്തോടനുബന്ധിച്ച് രാഷ്ട്രപതി ഭവനിൽ നടന്ന സാംസ്കാരിക പരിപാടിയിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ച പിറവം നാട്യകലാക്ഷേത്രയിലെ നൃത്താധ്യാപിക RLV വിദ്യാദാസ്, ശിഷ്യരായ അനു ഏലിയാസ്, സാന്ദ്ര ചന്ദ്രൻ, ശ്രീലക്ഷ്മി ദിനേശ് എന്നിവരെയും വാദ്യകലാ പുരസ്കാര ജേതാവ് പാഴൂർ ഉണ്ണിചന്ദ്രനെയും ചടങ്ങിൽ ആദരിച്ചു. 14 വർഷം മുമ്പ് ആരംഭിച്ച പദ്ധതിയിൽ ഇതുവരെ ആയിരക്കണക്കിന് കുട്ടികളാണ് അവാർഡ് ഏറ്റുവാങ്ങിയിട്ടുള്ളത്. പിറവം മാം ഓഡിറ്റോറിയത്തിൽ വൻ ജനപങ്കാളിത്തത്തോടെയാണ് ഈ വർഷത്തെ എക്സലൻസ് അവാർഡ് ദാനം നടന്നത്. പിറവം നഗരസഭാ ചെയർമാൻ KR പ്രദീപ് കുമാർ അധ്യക്ഷനായിരുന്നു. ഈ അവാർഡ് ആരംഭിച്ചപ്പോൾ മുതൽ തന്നെ ഇത് വ്യക്തമായ ഒരു ധാരണയുണ്ടായിരുന്നു. നമ്മുടെ ഈ നിയോജക മണ്ഡലത്തിൽ മത്സര പരീക്ഷകളിൽ എല്ലാ വിഷയങ്ങൾക്കും SSLC ആകട്ടെ, +2 ആകട്ടെ, ഡിഗ്രി കോഴ്സുകളാകട്ടെ, എല്ലാ വിഷയങ്ങളിലും A+ കിട്ടുകയും A1 കിട്ടുകയും മറ്റുള്ള സർവകലാശാലയുടെ ഉന്നത പരീക്ഷകളിലൊക്കെ മികച്ച വിജയവും നേടിയ പ്രതിഭകളെ ആദരിക്കുന്ന ചടങ്ങ് വിജയകരമായി മുന്നോട്ട് പോവുകയാണ്. മുൻ MLA VJ പൗലോസ് മുഖ്യപ്രഭാഷണം നടത്തി. നമ്മളിൽ നിന്ന് വേർപെട്ടിട്ട് ഇപ്പോൾ 13 വർഷമായി. 13 കഴിഞ്ഞാൽ 14. അതിനു മുമ്പ് നീണ്ട ഒരു കാലം 1977 അദ്ദേഹത്തിന്റെ പ്രഥമ തെരഞ്ഞെടുപ്പ് തൊട്ട് നഗരസഭ ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അന്നമ്മ ഡോമി, KPCC വൈസ് പ്രസിഡന്റ് ജെയ്സൺ ജോസഫ്, കേരള കോൺഗ്രസ് J സംസ്ഥാന ജനറൽ സെക്രട്ടറി ജോണി അരീക്കാട്ടിൽ, കേരള കോൺഗ്രസ് ജേക്കബ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുനിൽ എടപ്പലക്കാട്ട്, UDF നിയോജക മണ്ഡലം ചെയർമാൻ KR ജയകുമാർ, DCC സെക്രട്ടറി വിൽസൺ K ജോൺ, ബ്ലോക്ക് പ്രസിഡന്റുമാരായ PC ജോസ്, R ഹരി, നഗരസഭാ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ അരുൺ കല്ലറക്കൽ, ഷിബു തോമസ്, വത്സല വർഗീസ്, ജെയ്സൺ പുളിക്കൽ, ജിൻസി രാജു, കേരള കോൺഗ്രസ് ജേക്കബ് ഹൈപ്പവർ കമ്മിറ്റി അംഗം തമ്പി ഇലവും പറമ്പിൽ, MA ഷാജി, ബിനി ഷാജി, അബ്ദുൽ കരീം, വേണു മുളന്തുരുത്തി തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു നേടുന്ന അവസരത്തിൽ അവരെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ പ്രിയപ്പെട്ട ശ്രീ ടി.എം. ജേക്കബിന്റെ ഓർമ്മകൾ അദ്ദേഹം മന്ത്രി മാത്രമല്ലായിരുന്നു. ശ്രീ C. അച്യുതമേനോൻ പറഞ്ഞതുപോലെ കേരളത്തിലെ പാർലമെന്റ് രംഗത്ത് ഒരു മാതൃക പുരുഷനായി ശ്രീ C. അച്യുതമേനോൻ വാഴ്ത്തിയ ശ്രീ ടി.എം. ജേക്കബിന്റെ പ്രവർത്തനങ്ങൾ, സംഭാവനകൾ അത് പിറവംകാർക്ക് മാത്രമല്ല കേരളത്തിലെ ജനാധിപത്യ ചരിത്രത്തിൽ തന്നെ ഏറെ ശ്രദ്ധേയമാണ്. ന്യൂസ് ബ്യൂറോ ഐവിഷൻ പിറവം. ഇത് കാണുന്നത് നിങ്ങൾ വിചാരിക്കുന്നുണ്ടാവും എന്താ ഈ കാണിക്കുന്നതെന്നല്ലേ. TV ഇനി ഫോണിലും കിട്ടും. കേരള വിഷൻ ഡിജിറ്റൽ TV സബ്സ്ക്രൈബേഴ്സിന് ഈ OTT KV Go ഫീച്ചർ വഴി TV ഇനി എവിടെയും കാണാം.